നമസ്കാരം. സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥിയാകുന്നു. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വിനായക ചതുർത്ഥി മുതൽ ഭഗവാന്റെ കടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ ചില നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വിനായക ചതുർത്ഥി മുതൽ വന്നു ചേരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവർക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതിനുള്ള വിഷമങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം എപ്പോൾ ജീവിതത്തിൽ നിന്നും മാറും, എന്തെല്ലാമാണ് പ്രധാനമായും സംഭവിക്കുക എന്നറിയാം. എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമതകളുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംഭവിക്കാത്തതിൻ്റെ വിഷമങ്ങൾ, ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാത്തതായ അവസ്ഥ, സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ, കൈകളിൽ പണം നിൽക്കാത്തതായ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. പലരും നിങ്ങളെക്കാൾ ഉയർന്നു പോകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അവസരങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഭാവിയിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. വന്നു ചേരുന്ന പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളെയും ഒഴിവാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഊർജം, നവോന്മേഷം നിങ്ങൾക്ക് ലഭിക്കും. ബുദ്ധി വർദ്ധിക്കുകയും ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുക, പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം, സമ്മാനം ലഭിക്കുക, അത്തരം പല കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ, പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ, കടബാധ്യതകളിൽ നിന്നും അല്പം ആശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നു എന്നിരുന്നാൽ പോലും അത് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ധനപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുപോലെ മുന്നോട്ട് പോകാത്തതായ അവസ്ഥകളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങളും വന്നു ചേരും. ഭഗവാന് കറുകാമാല ചാർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. തീർച്ചയായും ഭഗവാനെ കൂടി നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകളിൽ നിന്നും അല്പം മോചനം, ജോലി ലഭിക്കുക, ജോലി മാറുക, വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ പല വ്യക്തികളിൽ നിന്നും സഹായം, അത് ധനപരം തന്നെ ആകണം എന്നില്ല, മറ്റ് സഹായങ്ങളും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ആഗ്രഹിച്ച ചില വസ്തുക്കൾ വാങ്ങുക, കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയം. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകും. രോഹിണി നക്ഷത്രക്കാർ പലവിധ ദുരിതങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രധാനമായും ബാധിക്കുന്നു. ഐക്യം അല്പം കുറഞ്ഞിരിക്കുന്നതായ അവസ്ഥ, ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അത് വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ.
ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച ജോലി അല്ലാതെ തന്നെ താൽക്കാലികമായ ചില ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, ചില വ്യക്തികളിൽ നിന്നും സഹായം, ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ ധനം കൈകളിലേക്ക് പല വഴികളിലൂടെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ ഒഴിയുകയും അല്പം സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ചില തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും കറുകാമാല ഭഗവാന് ചാർത്തുവാൻ മറക്കാതിരിക്കുക. ആയില്യ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വിനായക ചതുർത്ഥി മുതൽ വന്നു ചേരുന്നതായ അവസരം തന്നെയാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ചില ധനപരമായ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി അല്പം ഉയരുന്നതായ സമയമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ചില വ്യക്തികളിൽ നിന്നും സാമ്പത്തികപരമായ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ലഭിക്കാനുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായും തൊഴിൽപരമായും ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന അല്പം ലാഭം ലഭിക്കാവുന്ന സമയം തന്നെയാണ് എന്ന് പറയാം. കൂടാതെ ഈ സമയം മനസ്സിന് സന്തോഷം വരുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുക, ഉല്ലാസകരമായ യാത്രകൾ, അത്തരത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ഭഗവാനെ തന്നെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം പ്രധാനമായും ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം കറുകാമാല കൂടി ഭഗവാനെ ചാർത്തുന്നത് വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാകുവാനും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരുവാൻ സഹായകരമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും ചില തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥയുണ്ട്. ചില കാര്യങ്ങളിൽ തടസ്സങ്ങളാൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത്തരത്തിൽ ഐക്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളാൽ പലപ്പോഴും പല വിഷയങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ബുദ്ധിവൈഭവം വർദ്ധിക്കുകയും ബുദ്ധിവൈഭവത്താൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രശംസ, അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു. ചില വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ സഹായധനം ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുക, കൈകളിലേക്ക് വന്നു ചേരുക, സമ്മാനം ലഭിക്കുക, പുരസ്കാരങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം ഭഗവാനെ ആരാധിക്കുകയും കറുകാമാല ചാർത്തി മുന്നോട്ട് പോകുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാണ് ഇത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർക്ക് സമയം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും ചില പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ഇവരുടെ തെറ്റിനാൽ തന്നെ ആകണം എന്നില്ല. മറ്റുള്ളവരുടെ തെറ്റിനാലും പഴി കേൾക്കേണ്ടതായ അവസ്ഥ, വേണ്ടപ്പെട്ടവരിൽ നിന്നും പഴി കേൾക്കേണ്ട, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ അവസ്ഥ ഇവർക്കുണ്ട്. ധനപരമായ ചില പ്രയാസങ്ങളുണ്ട്. വിചാരിക്കുന്ന പല കാര്യങ്ങളും ധനപരമായ പ്രശ്നത്താലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ നടക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വിനായക ചതുർത്ഥി മുതൽ വിജയങ്ങൾ നേടുവാനും ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾ കേട്ട് അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില ചതികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. അധികം ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ അല്പം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ആഗ്രഹിച്ചതായ വസ്തുക്കൾ കൈകളിലേക്ക് വന്നു ചേരുവാനും വാങ്ങുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും
ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ചില തടസ്സങ്ങളാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ധനപരമായ പ്രയാസങ്ങൾ അലട്ടുന്നതായ അവസ്ഥ, കുടുംബത്തിൽ ഐക്യമില്ലായ്മ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും ധനപരവുമായ നേട്ടങ്ങൾക്കും അതല്ല പ്രശംസ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും വിനായക ചതുർത്ഥി മുതൽ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഈ സമയം ഭഗവാന് കറുകാമാല ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.